നിങ്ങൾക്കൊക്കെ ഒന്ന് ഈ പണക്കാരെ ബഹുമാനിക്കാൻ പഠിച്ചു കേട്ടല്ല, പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കണം. നാളെ തൊട്ട് ഇവിടുന്ന് ആരും അമ്പലത്തിൽ പോണ്ട. ആ വീട്ടിൽ നടച്ചെന്ന് തൊഴണം. എന്നിട്ട് ഹൈമാവതി അമ്മയ്ക്ക് വഴിപാടുണ്ടായിരുന്നു രാംകുമാറപ്പൻ ഒരു ഇരട്ട വെടിയും വെക്കണം. ഇവിടെ എല്ലാവർക്കും ഒരു അരപ്പിരി ലൂസാ. ആയ കുറച്ച് ക്ലിയർ ആയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ബെസ്റ്റ്, അത് മൊത്തത്തിൽ ലൂസാ, ഒട്ടുണ്ടായിട്ടില്ല. സത്യം പറയാലോ, നീ ഇനി ഇങ്ങോട്ട് വരത്തേ ഇല്ലെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചത്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പം അച്ഛൻ ആർക്കും വേണ്ടാതായി. ഈ കൊച്ചെന്ത് വർത്താനത്? ഞാൻ ഇങ്ങനെയാണെങ്കിലേ ശിവഗംഗയിൽ ഇരിക്കുന്നു നിന്റെ അമരവളയിലെ കുഞ്ഞമ്മ. ആ ചെരുപ്പിന് നോക്കണ്ട, ആ ചെരുപ്പിന് നോക്കണ്ട. അത് പട്ടിയെടുത്തിട്ട് പോയി. ആ പട്ടിക്ക് പേരില്ല വലു. സംഭവം ശരിയാണ്. ഇന്നലെ ഞാൻ നോക്കുമ്പോഴേ 2 ദിവസം ഒരു കറുത്ത പട്ടി ഇങ്ങനെ നടക്കണ്ടായിരുന്നു. ആ കുടുംബ പേരിന് പറ്റിയ സംസാരം. നിങ്ങളുടെ വീട്ടുപേരെ വലിയ വീടെന്നല്ല, വലിയ വാ എന്ന് വേണം വെക്കാൻ. നീ പ്രതീക്ഷിച്ചില്ല അല്ലേ ഞാൻ ഇവിടെ വരുമെന്ന്? അണ്ണാ നിങ്ങളെ വരുന്നത് ഞാൻ 10 മിനിറ്റ് മുമ്പ് അറിഞ്ഞെണ്ണ. 10 മിനിറ്റ് പറഞ്ഞ അണ്ടാ പത്രത്തിന് ഫ്രണ്ട് വെച്ച് കിടക്കണം. ആരനാട് ശങ്കരൻ എറണാകുളത്ത്. അണ്ടാ മാധവൻ തമ്പിയിലെ വിശേഷം വല്ലതുകൊണ്ടാണ്. എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ. ഞാൻ നികത്തിങ്ങനെ പോണം. എന്നാ അമ്മ എന്നെ കണ്ടാണ്ടല്ല 2 കൈ എടുത്തു എന്നെ ഇടിപ്പിൽ പോയി. 2 കൈ കൊണ്ട് എടുത്ത് അടുപ്പത്ത് വെക്കും. നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു നടനും ഒരു ഡയറക്ടറും. നല്ലായിരുന്നല്ലേ? നല്ല കാര്യമാണ്. അപ്പൊ ആൾക്കാർ ഡേറ്റ് ഒക്കെ ചോദിച്ചു വരുമ്പോഴേ ഒരിടത്ത് വന്നാൽ മതിയല്ലോ, രണ്ടുപേരും കിട്ടുമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുട്ടമ്മയുടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ, നമുക്ക് പടവലം പ്രൊഡക്ഷൻസ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ക്യാമറമാൻ മാധവൻ നമ്പി. അഥവാ എന്നെങ്കിലും അളിയന്റെ കല്യാണം നടന്നെന്നിരിക്കട്ടെ. അതെന്ത് എന്നെങ്കിലും കല്യാണം നടന്നെന്നിരിക്കട്ടെ? നടക്കുകയും ചെയ്യും, നല്ല കിളി പോലത്തെ പെണ്ണിനെ അവന് കിട്ടുകയും ചെയ്യും. അതാവൻ പറന്നോ എളുപ്പം. ഒരു ഡൗട്ട്. അല്ല, നേരത്തെ എന്നെ കെട്ടിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ, അതെങ്ങനെ? നാളെ തന്നെ നിന്നെ കല്യാണം. മുട്ടയുടെ തോട് എവിടെ? പാൽപ്പായസോ? അതെന്തിനാ? ഇന്ന് ഹൈമാൻഡിയുടെ ബർത്ത്ഡേ. കരിദിനം. അത് ഞാൻ ഇന്നലത്തെ ഒരു കാര്യം ആലോചിച്ച. അതമ്മ ഇന്നലെ ഓഫീസിൽ പോണ ധൃതിയില്ലേ കട്ടൻ ചായയില് പഞ്ചാരക്ക് ഒരു ഉപ്പ് എടുത്തിട്ട് അത് ഓർത്ത് ചിരിച്ച. അയ്യോ അയ്യോ അയ്യോ. അച്ഛനെന്തിനാ ചിരിക്കണേ? ഞാൻ മറ്റേ പച്ചച്ചാരി ആലോചിച്ചിരിക്കായിരുന്നു. സിദ്ധുനെ എല്ലാം കൂടെ അവളെ പിടിച്ച് താങ്കൾ തല കൈ കെട്ടി വെച്ച് കൊടുത്തിട്ട്. അല്ല, ഇവിടെ ഇപ്പൊ ശരിക്കും എന്താണ് പ്രശ്നം? തൃശ്ശൂർ പൂരവും നെന്മാറ വെടിക്കെട്ടും കൂടി ഉത്രാളിക്കാൽ വന്ന് പൊട്ടിച്ച് ആ വെടിക്കെട്ട് നേതൃത്വം കൊടുത്തത് പടവലം മുട്ടം. തീ കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് മാധവൻ. കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയും എതിർക്കാമെന്ന ചാവട്ടിത്തായത്തിന് എല്ലാം നേടിയത്. കോടിക്കണക്കിന് രൂപയുടെ ചന്ദനമുട്ടിയും ആനക്കൊമ്പൊക്കെ ഇപ്പഴെ കിടപ്പുണ്ട് തറവാട്ടില്. അച്ഛാ, ഈ ആനക്കൊമ്പും ചന്ദനമുട്ടിയൊക്കെ മോഷ്ടിക്കണ ഈ വീരപ്പന്റെ കുടുംബക്കാരോട് നമ്മളെന്ത് സംസാരിക്കണേ? നിന്നെ എടുത്തോ കേട്ടോ. എന്നാ വന്നെടുത്തോ. അമ്മയ്ക്ക് ഓടിച്ചു പഠിക്കാൻ വണ്ടി തുടങ്ങി എന്റെ അടുത്ത് പറഞ്ഞാ പോരാ, ഞാൻ ഒപ്പിച്ചു തരില്ലേ? നീ മറ്റേ ചിരട്ടയും പാട്ടിയും കൊണ്ടുണ്ടാക്കുന്ന ഡമ്മി പീസ് വണ്ടിയല്ല ഞങ്ങൾ ഉദ്ദേശിക്കണു. റിയൽ വണ്ടി, ഒറിജിനൽ വണ്ടി വേണം അമ്മയ്ക്ക് ഓടിച്ചു പഠിക്കാൻ. അതാണെങ്കിൽ വിചാരിച്ചാൽ നടക്കുള്ളൂ. എന്നാ പിന്നെ നീ അധികം ശ്രമിക്കൊന്നും വേണ്ട. ഇവരെന്താ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ? അല്ല, ഈ വേലിക്ക് വന്ന് സ്നേഹിക്കാൻ വന്നതാ. മോനെ, നീ നിത്യവും സാധകം ചെയ്യണം കേട്ടോ. അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചി. പക്ഷെ എങ്ങനെ? അതിന് ഞാൻ രാവിലെ വല്ല സ്വിമ്മിംഗ് പൂളിലും പോയിട്ട് വരും, കഴുത്തറ്റം വെള്ളം വേണമെങ്കിൽ. എന്തിനാ സ്വിമ്മിംഗ് പൂളിൽ പോണേ? ഏതെങ്കിലും ആറ്റി പോയി ചാടടാ. ആറ്റില്ല, എനിക്ക് നീന്താ അറിഞ്ഞിട്ട് വേണ്ടേ, ഒഴുകി അങ്ങ് പോവും. അതല്ലേ പറഞ്ഞ ആറ്റി പോയി ചാടാ, അതോടെ നിന്റെ ശല്യം തീർന്നു കിട്ടുമല്ലോ. അതെ,
ഏയ് ആ വേസ്റ്റും ബ്ലഡും കണ്ടിട്ട് പാവ ഹൈമ തലയുറ്റി വീണു ടെൻഷൻ അടിച്ചിട്ട്. ആണോ? അതാണ് വലിയൊരു ശബ്ദം കേട്ടായിരുന്നു. തലകുറ്റി കേട്ടായിരുന്നാ? നീ ഒരു കാര്യം ചെയ്ത് പ്രാവശ്യം ചെല്ല് ചെന്നിട്ട് ബാസി ആരും ചോദിച്ചു നോക്ക്. നിന്റെ അച്ഛനെക്കാളും വലിയ കിടിലോണ് ഞാൻ അവിടെ അറിയാമോ? പ്രാവച്ചമ്പലം വരെ പോകാനുള്ള സമയമൊന്നുമില്ല. അങ്ങളെ തന്നെ പറയുന്നൊന്നുമില്ല.